നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല രുചിയുള്ള ഒരു ഈസി ടീ കേക്കിന്റെ റെസിപ്പിയാണ്. കുട്ടികളൊക്കെ വൈകുന്നേരങ്ങളിൽ ഒരു കേക്ക് വേണമെന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓവനോ ബീറ്ററോ മൈദയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. മിക്സിയിലടിച്ച് കുക്കറിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് റെസിപ്പി കാണാം. അപ്പൊ നമ്മുടെ ഈസി ടീ കേക്ക് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിന്റെ പകുതി ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1/8 ടീസ്പൂൺ ആണ്. ഒരു നുള്ള് ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഗോതമ്പ് പൊടി ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പം എടുക്കുന്നത് ആശീർവാദിന്റെ ആട്ടയാണ്. പിന്നെ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വെച്ചിട്ട് സോപ്പിന്റെ ഒക്കെ അടുത്ത് വെക്കുന്ന സമയത്ത് ഒരു സ്റ്റേഷനറിയുടെ സ്മെല്ല് ഉണ്ടാവും പൊടിക്കൊക്കെ. അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇനി നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഒരു 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ അത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഫ്ലേവർലെസ് ഓയിലായാലും കുഴപ്പമില്ല. ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഞാനൊരു ബൗളിലേക്ക് മാറ്റാണ്. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഗോതമ്പ് പൊടിയുടെ മിക്സില്ലേ അത് ഇട്ട് കൊടുക്കാം. കുറേശ്ശായിട്ട് ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് കുത്തി ഇളക്കണ്ട. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. സ്പാച്ചുല ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലും മതി. ഇത് ബേക്ക് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിത് കേക്ക് ട്രേ ഒന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് മൈദ തൂകി അങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി. പിന്നെ ഇതുപോലത്തെ കേക്ക് ട്രേ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ സാധാരണ ചോറ്റും പാത്രം ഇല്ലേ അതെടുത്തിരുന്നാലും മതി. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ മതി. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഓവൻ എന്ന് പറയുന്നത് കുക്കറാണ് കേട്ടോ. പലരും ചോദിക്കുന്നുണ്ട് ചേച്ചി കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ കുക്കർ എടുത്തതാണ്. ഒരു 10 മിനിറ്റ് ആയിട്ട് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ തന്നെ. ട്രേ ഡയറക്റ്റ് കുക്കറിനകത്തോട്ട് വെക്കേണ്ട. അപ്പോൾ ഒന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ട്രേ പതുക്കെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു അടപ്പ് വെച്ച് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ല ഫിറ്റായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു അടപ്പ് മതി. കുക്കറിനകത്ത് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കൈ പൊള്ളാൻ നല്ല സാധ്യതയുണ്ട്. പൊള്ളിയിട്ടുണ്ടെങ്കിൽ നല്ല പണിയും കിട്ടും. നമുക്കത് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേക്കിന്റെ. നമുക്കൊരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാം. ഞാനൊരു 15 മിനിറ്റ് ആയപ്പോൾ തുറന്നിട്ടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം കുക്കറിലല്ലേ പെട്ടെന്ന് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പം കറക്റ്റായിട്ടായിട്ടുണ്ട്. ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ ഉള്ളത്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എടുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ആ ടെക്സ്ചറൊക്കെ കറക്റ്റ് നല്ല കേക്കിന്റെ ടെക്സ്ചറാണ്. അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. അതുകൊണ്ട് അതിന്റെ സൈഡൊക്കെ കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സോഫ്റ്റ് ആട്ടോ കേക്ക്. പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ്. നമുക്കൊന്ന് കട്ട് ചെയ്യാം. കേക്കിന്റെ ആ ഒരു ടെക്സ്ചറൊക്കെ ഉണ്ടോ. നല്ല ഹോൾസ് ഒക്കെ വന്ന് നല്ല കേക്കിന്റെ ഒരു ടെക്സ്ചർ ആട്ടോ നിന്നു. അതുകൊണ്ടോ ഇത്ര സോഫ്റ്റ് ആയിട്ടാണ് മുറിച്ചെടുക്കാൻ പറ്റിയത്. നല്ല സോഫ്റ്റ് ആട്ടോ. നമ്മൾ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറയില്ല ഗോതമ്പ് പൊടി ഉണ്ടാക്കിയ ഒരു കേക്കാണ്. മിക്സിയിലാണ് നമ്മൾ അടിച്ചത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. ഇന്ന് വൈകുന്നേരമൊക്കെ ഒരു കേക്ക് കഴിക്കണമെന്ന് കുട്ടികളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്ത് മിക്സിയിലടിച്ച് കുക്കറിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എത്ര പെട്ടെന്ന് കഴിഞ്ഞു. മൈദ ഉപയോഗിക്കാൻ ഇച്ചിരി മടിയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കേക്കാട്ടോ. എന്നാൽ ഇത് ഗോതമ്പ് പൊടിയുടെ കേക്കാണെന്ന് പറയേയില്ല. നമ്മൾ നല്ല സാധാരണ നല്ല സ്പോഞ്ച് കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.